ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മളുടെ വിഷു സെയിലിന്റെ പാർട്ട് 6 ആണ് നമ്മളിപ്പോൾ ലൈവ് പോകുന്നത്. പാർട്ട് 6 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്റിക് കളക്ഷൻസ് ആണ്. ഞാൻ പ്രൊമോയിൽ ഓൾറെഡി ഇട്ടതുപോലെ തന്നെ ആന്റിക് കളക്ഷൻസിന്റെ ലൈവാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. കേരള സ്പെസിഫിക് ജ്വല്ലറിയുടെ തന്നെ ആയിട്ടുള്ള ആന്റിക് കളക്ഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ചെട്ടിനാട് കളക്ഷൻസിന്റെ ലൈവ് അല്ല, കേരള സ്പെസിഫിക്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് പോലത്തെ ഈ പൂത്താലി എന്നൊക്കെ പറയുന്നത് പ്രോപ്പർ ആന്റിക് ഷെയ്ഡാണ്. ഞാനിത് ഇതിന്റെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിരുന്നു. ഞാനിത് ലൈവിൽ ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ലൈവിൽ ഞാനിത് ഇത് നമ്മൾ ലൈവിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇട്ടും കാണിക്കുന്നതേ ഉള്ളൂ. എന്നാലല്ലേ ഉള്ളൂ എല്ലാവർക്കും അതിന്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ആന്റിക് ഷെയ്ഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പേരൊന്ന് ലൈവിൽ വന്നിട്ട് ഞാൻ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് GM സീരീസ് ആണ്. G4 ഗോവ, M4 പെട്ടെന്ന് കിട്ടുന്നില്ല, മുണ്ടകയം. GM സീരീസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. GM എനിക്ക് തോന്നുന്നു 28 വരെ ഉണ്ട് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ്. 28 കളക്ഷൻസ് ഉണ്ട്. അധികം താമസിക്കാതെ തന്നെ, വലിയ താമസം ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണിച്ചു തീർക്കാം. ബിന്ദു എസ് കുമാർ, ഹായ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരുടെ കയറിയിട്ട് നമുക്ക് തുടങ്ങാം. GM01 തൊട്ട് 21 വരെയുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. എല്ലാം ആന്റിക് ഷെയ്ഡാണ് കേട്ടോ. നെക്ലസുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ചെയിൻ ആൻഡ് പെൻഡന്റ് ഉണ്ട്, പിന്നെ ഒരു വെറൈറ്റി കമ്മലും ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി കമ്മലും ഉണ്ട്. എല്ലാം ഒത്തിരി ഇല്ല, ഒരു വെറൈറ്റി ഉണ്ട്. കയ്യിൽ വേണമെന്നോ എനിക്ക് മനസ്സിലായില്ല. രജിത അനീഷ്, ഹായ്. മാലിനി രാജേഷ്, ഹായ്. ബിന്ദു എസ് കുമാർ, ഹായ്. ഒരു മിനിറ്റ്, ഞാൻ പെട്ടെന്നൊരു നെക്ക് എടുക്കട്ടെ. ഓക്കെ, കുറച്ച് പേരുടെ കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധന്യ അനിൽ, ഹായ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. കുറച്ച് പേരൊന്ന് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഇത് ഇന്ന് പറഞ്ഞ പോലെ എല്ലാവരോടും ഹാപ്പി ഈസ്റ്റർ കേട്ടോ. ഈസ്റ്റർ കഴിഞ്ഞു എങ്കിലും ഹാപ്പി ഈസ്റ്റർ, എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. ഇനിയിപ്പം നമുക്കിനി വരാൻ പോകുന്നത് ഇലക്ഷൻ ആണ്. ഇലക്ഷൻ ഇനി 9-ാം തീയതി ആണ്. കൈച്ചെയിൻ വേണം, കൈച്ചെയിൻ കൊണ്ടുവരാം ആന്റി. നമുക്ക് കൈച്ചെയിൻ നമ്മൾ എടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ, അത് നമുക്ക് അതിന്റെ ആ കൈയുടെ അളവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കാരണമാണ് നമ്മൾ കൈച്ചെയിൻ നമ്മൾ കൊണ്ടുവരാൻ കുറച്ച് താമസിക്കുന്നത് കേട്ടോ. വലിയ താമസം ഇല്ലാണ്ട് തന്നെ ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കാം. ലവ്ലി ടോം, ഹായ്. ഓക്കെ, അപ്പൊ നമ്മളിത് പാർട്ട് 5 ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള സെയിലുകൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 5 ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. കവിത അനൂപ്, ഹായ്. അപ്പോൾ ഇതുവരെയുള്ള ലൈവ് കാണാത്തവർ പോയി കാണുക. പിന്നെ എന്നത്തെയും പോലെ ഇന്നത്തെ ലൈവിലെ കളക്ഷൻസ് നമ്മളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. കുറച്ച് പ്രൈസി ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രൈസ് ആയിട്ടുള്ള കളക്ഷൻ. 2990 ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ. ഇതാണ് ഇന്നത്തെ ലൈവിലെ ഏറ്റവും പ്രൈസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ. ഇതാണ്, ഇതിന് അണ്ടറിലാണ്. അതെന്ന് വെച്ചാൽ എല്ലാം ആ റേഞ്ചിൽ അല്ല, ഇതാണ് ഏറ്റവും പ്രൈസ്ഡ് ആയിട്ടുള്ളത്. 3000 റുപ്പീസിനകത്താണ്. 2990 റുപ്പീസിന്റെ ആണ് ഈ മാല. അതും എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. വിത്ത് 1 ഇയർ കളർ വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആന്റിക് ഷെയ്ഡിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങാ മാലയാണ്. അതും ഞാൻ പറഞ്ഞല്ലോ ആന്റിക് ഷെയ്ഡാണ്, എടുത്തു പറയുന്നു ആന്റിക് ഷെയ്ഡാണ്. GM01 ആണ് ഇപ്പൊ കാണിക്കുന്ന മാങ്ങാമാല. മാങ്ങാമാലയുടെ മേളിലായിട്ട് സ്റ്റോൺസും കൂടെ വരുന്നുണ്ട്. ഞാൻ ഇതിൽ വെച്ച് കാണിക്കാം. GM01 ആണ്. 1190 റുപ്പീസ്, 1190 രൂപ. 1190 റുപ്പീസ് ആണത്, 1190 രൂപ. GM01 ആണ്. ഫസ്റ്റ് സെറ്റ് ആണ്. GM01 ആണ്. 1190. ഹായ് ഗീത ഹരികുമാർ, ഷൈന MG, ഹായ്. മായ മേനോൻ പടിയത്ത്, ഹായ്. ഓക്കെ, അപ്പം 500 റുപ്പീസിന് എബവ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആർക്കാണെങ്കിലും ഈ ഒരു ജാസ്മിന്റെ ഈ ഒരു ഫ്ലവർ ഫ്രീ ആണ് കേട്ടോ. ഓക്കെ,
അപ്പൊ GM01 ആണിത് 1190 റുപ്പീസ്. GM01 ആണ് 1190 റുപ്പീസ് ആണ് GM01. ഇത് മാങ്ങയാണ്, കൊടമാങ്ങയാണ്. ആ മാങ്ങയുടെ മേളില് നല്ല സ്റ്റോൺസും വരുന്നുണ്ട്. മക്കൾ സുഖമായിട്ടിരിക്കുന്നു ആന്റി. താങ്ക് യു സോ മച്ച്. സുഖമാണോ? ബാംഗിൾ കളക്ഷൻസ് എപ്പോഴാ വരിക? ബാംഗിൾ കളക്ഷൻസ് അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ. വർഷ, പ്രേമ രാജഗോപാൽ ഹായ് മാം. ആശാക്കുട്ടൻ ഹായ് ഡിയർ. ഹായ്. ഓക്കെ, അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് മേടിക്കുക. ഹാപ്പി വിഷുവിന് മുന്നേ നിങ്ങൾക്ക് കിട്ടാനുള്ള കളക്ഷൻസിന്റെ ലൈവാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച നമുക്ക് ലൈവ് ഉണ്ടാകും. ബാംഗിൾസും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണിക്കും. പക്ഷേ മോസ്റ്റ്ലി എല്ലാം നമ്മുടെ പ്രീമിയം എക്സ്ക്ലൂസീവ്സ് ഒക്കെ നമ്മൾ ഇന്നായിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പൊ GM01 ആണിത് 1190 റുപ്പീസ്. അടുത്തത് ഷാരു ഹായ് ഡാ. സോണിയ ഷാജി ഹായ്. അടുത്തത് ഒരു പുലിനഖമാലയാണ്, പക്ഷെ മാങ്ങ പോലത്തെ ഡിസൈനും കൂടെ ചേർന്നതാണ്. GM02 990 റുപ്പീസ് കേട്ടോ. ഇതിൽ സ്റ്റോൺസ് ഇടയ്ക്ക് ഒറ്റയ്ക്കായിട്ടുള്ള സ്റ്റോൺസ് വരുന്നതേ ഉള്ളൂ. സ്റ്റോൺസ് മറ്റേതുപോലെ മാങ്ങയുടെ പോലെ അടുപ്പിച്ച് സ്റ്റോൺസ് ഇല്ല. അപ്പൊ ഇതിന്റെ റേറ്റ് GM02, ഇതിന്റെ റേറ്റ് 990 ആണ്. GM02 ആണ് 990 റുപ്പീസ് കേട്ടോ. GM02 രണ്ടാമത്തെ കോഡാണ് 990. ആതിര ഹരി ഹായ് എന്നൊക്കെ പറയുന്നു. GM02 ആണ് ഇപ്പൊ കാണിക്കുന്നത്. ധന്യ പുരുഷോത്തമൻ ഹായ്. GM02 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 990 റുപ്പീസ് ആണ് കേട്ടോ. 990 രൂപ GM02. രണ്ടാമത്തെ സെറ്റാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് 990. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന മാല ഞാൻ ഊരുവാണേ. ഇതാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്ന GM02 ആണിത്. 990 റുപ്പീസ്. ജിമിക്ക് കൊള്ളാമല്ലോ. ഗോൾഡ് ആണോ? ഗോൾഡ് അല്ല, നമ്മളുടെ മയൂരയുടെ കളക്ഷൻ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ലൈവ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മയൂരയുടെ പ്രീമിയം ജുംകാസ് ആണ്. ഓക്കെ, ഇതൊക്കെ അടുത്ത ആഴ്ചത്തേക്ക് ലൈവിൽ ഉണ്ടാവും. ഓക്കെ, GM02 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്തോളൂ, നോ പ്രോബ്ലം. ഞാൻ ലോഞ്ച് ചെയ്യുന്നത് പുതിയ കളക്ഷൻസിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞതേ ഉള്ളേ. GM02 ആണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. ആന്റിക് ഷെയ്ഡിലുള്ള പുലിനഖത്തിന്റെ മാലയാണിത്. പുലിനഖ മാല. അത് ഇങ്ങനെ നീണ്ടിരിക്കുന്ന മാല ആയതുകൊണ്ട് തന്നെ അത്ര നീട്ടവും ഇല്ല, എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനെ മാങ്ങയും അല്ല, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. GM02 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 990 റുപ്പീസ്. ക്ലോസപ്പിൽ ഒന്നുകൂടെ കാണിക്കാം. 990. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത സെറ്റ് GM03 ആണ്. ഇതൊരു കാശുമാലയാണ്. എഗെയിൻ ആന്റിക് ഷെയ്ഡിലുള്ള കാശുമാലയാണ്. ഇപ്പൊ എല്ലാവരും ആന്റിക് ഷെയ്ഡിലുള്ള മാലകളാണ് പിടിക്കുന്നത്. കാരണം കുറെ പേരും ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡ് ആരും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആന്റിക് ഷെയ്ഡിലേക്കാണ് ഇപ്പൊ എല്ലാവരുടെയും താല്പര്യം. ആന്റിക് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച മഞ്ഞ കളർ അല്ല കേട്ടോ. പിന്നെയും എടുത്തു പറയുന്ന കുറെ പേർക്ക് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ ആ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഗോൾഡ് അല്ല, അല്ലാത്ത ടൈപ്പിലുള്ള ആന്റിക് ഷെയ്ഡാണ്. ഇത് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലാണ്. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ എല്ലാവർക്കും? ഇപ്പം ലൈറ്റ് ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ ആണെന്ന് തോന്നുന്നത്. അപ്പൊ ഇത് GM03 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. GM03 1270. ഇതിനൊരു സ്റ്റഡും കൂടെ വരുന്നുണ്ട്, ഒരു കാശിന്റെ സ്റ്റഡും കൂടെ വരുന്നുണ്ട്. GM03 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 1270 റുപ്പീസ്. കാശിന്റെ മാല പ്ലസ് കാശിന്റെ തന്നെ സ്റ്റഡാണ്. ഓക്കെ, ഇതില് ദേവി ഇംപ്രിന്റ് ആണ് കേട്ടോ. GM03 1270 1270. GM03 1270 കേട്ടോ. 1270 രൂപയാണ്. 1270 ആണ് GM03. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല ഭംഗിയുള്ള മാലയാണ്. ഞാനിത് വെച്ച് കാണിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ആന്റിക് ഷെയ്ഡിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കണ്ടോ, ഇതാണ് ഞാൻ ഇപ്പൊ കാണിച്ച മാല. GM03 ആണ്. 1270 1270 രൂപ സ്റ്റഡ് ഇതാണ് കേട്ടോ. GM03 മൂന്നാമത്തെ കോഡാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഓർഡർ പ്ലേസ് ചെയ്യാൻ ദയവ് ചെയ്ത് നിങ്ങൾ കോഡ് വെച്ച് നോട്ട് ചെയ്യണേ. കോഡ് നോട്ട് ചെയ്യാണ്ട് നിങ്ങൾ പ്ലേസ് ചെയ്യരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓർഡർ ജസ്റ്റ് കോഡ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ കോഡ് മാത്രം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തന്നാൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വേണമെന്നില്ല. അടുത്തത് GM04 ആണ്. 990 റുപ്പീസ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. അതിന്റെ കൂട്ടത്തിൽ അതിനകത്ത് സ്റ്റോൺസും കൂടെ വരുന്നുണ്ട്. GM04 ആണ്. 990 റുപ്പീസ്. 990 റുപ്പീസ്. ശോഭന ശ്രീനാഥ് ഹായ്.
GM04 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. ഇതും 990 റുപ്പീസ് ആണ് കേട്ടോ. GM04 990, 990 രൂപ. GM04 ആണ് 990. GM04 ആണ് 990 ആണിത്. സിമ്പിൾ ആയിട്ടുള്ള മാല, ഇത്തിരി കുറച്ച് നേരിയതായിട്ടുള്ള മാലയാണ്. അത്ര വലിയ വീതിയൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ്. പക്ഷെ എങ്കിലും ആ ഒരു ആന്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ്റെ ആയിട്ടുള്ള ഒരു ഭംഗി വരുന്നുണ്ട്. ഇത് ഇങ്ങനെ പറ്റക്കെട്ടാം, എങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി ആണോ? അതെ, പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്, ബട്ട് ഇൻ ആന്റിക് ഷെയ്ഡ്. ഓക്കെ, GM04 990 റുപ്പീസ്. ക്യാൻ യു ഷോ ദ കോഡ് 3 വൺസ് അഗെയിൻ? ഞാൻ അവസാനം കാണിക്കാൻ മൃദുല, ഇടയ്ക്ക് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. GM04 ആണിത്, 990 റുപ്പീസ് GM04. അടുത്തത് നമ്മുടെ ഇളക്കത്താലി. ഞാൻ ഇന്നലത്തെ ലൈവിൽ കാണിച്ച ഇളക്കത്താലിയുടെ തന്നെ ഡബിൾ ലെയർ ഇളക്കത്താലിയാണ്. ഇന്നലെ ഞാൻ ലൈവിൽ കാണിച്ച ഇളക്കത്താലി സിംഗിൾ ആയിരുന്നു, അതായത് അതിന്റെ മേളിൽ മാത്രമായിരുന്നു അലുക്ക് വരുന്നത്, താഴെ സ്റ്റോൺസും. അമിത്ഷാ കാണാൻ പോയിരുന്നു, അതാ വൈകിപ്പോയി. ആണോ ശരി. അവിടെ കുന്നത്തനാട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു പട്ടിമറ്റത്ത്. ഓക്കെ, അപ്പൊ അടുത്തത് GM05 ആണ്. ഇതാണ് മാല. നമ്മുടെ ഇളക്കത്താലി 2 ലെയറിൽ വരുന്നതാണ്. അതായത് 2 ലെയറിന് ഞാൻ പറയുന്നില്ല, മേളില് ഒരു ലെയർ ഓഫ് ഒരു അലുക്കുണ്ട്, താഴെ സ്റ്റോൺസ് ആണ് വരുന്നത്, അതിന്റെ താഴെയും താലി വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക്, രാജശ്രീ ഷാജി ഹായ്, കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ താലിയൊക്കെ കുറച്ചൊന്ന് മേളിലോട്ടൊക്കെ കയറിയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, ഇത് ആന്റിക് ഷെയ്ഡാണ്, അതായത് ഇതിനൊരു ബ്ലാക്കിഷ് ഷെയ്ഡ് ഉണ്ട്, ബ്ലാക്കിഷ് പാച്ചസ് വരും. അപ്പൊ അത് എക്സ്പെക്റ്റഡ് ആണ്, ആന്റിക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ. ആരും നമ്മുടെ തിരിച്ച് സാധനം കൈ കിട്ടുമ്പോഴത്തേക്ക് ഇതിന് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ എന്ന് ചോദിക്കരുത്. കാരണം അതൊരു ആന്റിക് ഷെയ്ഡിൻ്റെതായിട്ടുള്ള സംഭവമാണ്, അത് കാണത്തില്ല. അങ്ങനെ എടുത്ത ആന്റിക് ഷെയ്ഡ്സിലുള്ള മാലകൾ, നിങ്ങൾ റിയൽ ഗോൾഡ് മാലകൾ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്കിഷ് കളേഴ്സ് ഉണ്ടാവും കേട്ടോ. അത് ഡാമേജ് അല്ല, അങ്ങനെ ആരും വിചാരിക്കരുതേ. ഓക്കെ, ഇങ്ങനെ കണ്ടോ, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൈ കൊണ്ട് ഇതാക്കിയാൽ മതി, ഒന്ന് സെറ്റാക്കിയാൽ മതി. ഭയങ്കര തിരക്കല്ലായിരുന്നോ ഷൈനി? എന്റെ ദൈവം, ഈ തിരക്കിനകത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ പറ്റും. കുന്നത്തനാട് എവിടെയാണ് അമിത്ഷാ വന്നത്? മറ്റേ രാഹുൽ ഗാന്ധി പട്ടിമറ്റത്താന്ന് പറഞ്ഞായിരുന്നു. കുന്നത്തനാട് ഇതിലായിട്ട് വന്നെന്നാണ് പറഞ്ഞത്, പക്ഷെ എവിടെയാ വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ന്യൂസിൽ കണ്ടു. ഓക്കെ, ഇത് എവിടെ എവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ നേരെ ആക്കിയാൽ മതിയേ. അപ്പൊ ഇതാണ്, മേളിലും അലുക്കുണ്ട്, താഴെയും അലുക്കുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഇളക്കത്താലിയുടെ പ്രീമിയം സെറ്റാണിത്. ഇത് പ്രൈസ് GM04 ആണ്, സോറി GM05 ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1490 റുപ്പീസ്. ഇതാണ് മാല. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും ഉണ്ട് കേട്ടോ, ഇളക്കത്താലിയുടെ ഇയറിംഗും ഉണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ അലുക്ക് ഇങ്ങനെ താഴോട്ട്, ഓക്കെ ഇപ്പൊ സെറ്റായി. കണ്ടോ, നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത്. മേളിലും അലുക്കുണ്ട്, താഴെയും അലുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴുത്തെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. GM05 ആണ് ഇപ്പൊ കാണിക്കുന്നത്, 1490. GM05 അതിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഇളക്കത്താലിയുടെ ഇയറിംഗും ഉണ്ട് കേട്ടോ, ഇളക്കത്താലിയുടെ ഇയറിംഗും ഉണ്ട്. GM05 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 5ാമത്തെ കോഡാണ് 1490, 1490 രൂപ. GM05 ഇത് ഞാൻ വെച്ച് കാണിക്കാം. ഈ ഇളക്കത്താലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ. ഓക്കെ, കോലഞ്ചേരിയിലായിരുന്നല്ലേ തന്നെ. അവിടെ നല്ല വലിയ സ്കൂളാണല്ലോ, അപ്പം സ്റ്റേജൊക്കെ കേട്ടോ നല്ല സുഖമായിരിക്കും. ഓക്കെ, അപ്പൊ GM05 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്, 1490 ആണ്. ബിന്ദു അനിൽ ഹായ്, ഇതേ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഹായ്, ഇത് ഞാൻ ഒരെണ്ണം കട്ട് ബോധിച്ചാലോ. GM05 പക്ഷെ എവിടെ ഇടാനാ? കല്യാണങ്ങളൊന്നും ഇനി വരുന്നില്ല. GM05 1490. ഇത് ഇളക്കത്താലി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഓൾറെഡി താലി എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്ന് ഇളകുമ്പോഴും അതിന്റെ ലൈറ്റ് ഞങ്ങൾക്ക് VIP പാസ് കിട്ടി. ഓക്കെ, സൂപ്പർ. ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്ലിങ്ക് എന്നുള്ള കളറായിരിക്കും, അതായത് നോർമൽ ഗോൾഡിന്റെ കളറായിരിക്കും. അതേസമയം ഇത് ആന്റിക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. കാരണം ആ ഒരു ഇങ്ങനെ എറിച്ചു നിൽക്കുന്ന ആ ഒരു തിളക്കമല്ല, എന്നാൽ ഇളക്കത്താലിയുടേതായിട്ടുള്ള ആ ഒരു ഭംഗിയുണ്ട്. അതായത് ഓൾറെഡി തിളക്കവും കൂടെ ഉണ്ട്, തിളക്കത്തിന്റെ കൂട്ടത്തിൽ ഭയങ്കര ബ്രൈറ്റ് ഗോൾഡും കൂടെ എന്ന് പറയുമ്പോൾ അത്രയും ആ ഒരു ബ്രൈറ്റ്നസ് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. എല്ലാം സൂപ്പറാണ്. എന്റെ കയ്യിൽ ഒത്തിരി ഉണ്ട് മയൂരയുടെ ഓർണമെന്റ്സ്. താങ്ക് യു സോ മച്ച് പ്രസീത. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് GM05 ആണ്, 1490. അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലാണിത്. ഇതിങ്ങനെ താവോട്ട് ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ടേ. അതൊക്കെ നിങ്ങൾക്ക് സാധനം കൈ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മേളില്
സ്റ്റോൺസും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രീമിയം ലോഞ്ചിലുള്ള ഒരു സാധനം. അല്ലെ, എല്ലാം പ്രീമിയം ലോഞ്ചിലുള്ള സാധനമാണ്. ഇന്നത്തെ കളക്ഷൻസ് എല്ലാം പ്രീമിയം ലോഞ്ചിലുള്ളതാണ്. കാരണം ഒന്നും നമ്മൾ ആന്റിക്കിന്റെ കേരള ഷെയ്ഡ് ആദ്യമായിട്ടാണ് നമ്മൾ മയൂരയിൽ ലോഞ്ച് ചെയ്യുന്നത്. GM05 കാണിച്ചിട്ടുണ്ട്, പെൻഡന്റ് ആൻഡ് സെറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കളക്ഷൻസ് നമ്മൾ ആദ്യമായിട്ടാണ് ലോഞ്ചിങ് ആസ് സച്ച്. ഇത് ഫുൾ ഓൺ ഒരു ഇതായിട്ട് നമ്മൾ കാണിക്കുന്ന ആദ്യമായിട്ടാണ്. അടുത്തത് GM06 ആണ് കേട്ടോ. GM06 ആണ്. വൗ, ലവ് ദിസ്. ജസ്റ്റ് ജോയിൻ ചെയ്തതും കണ്ടു. എടാ കല്യാണം ഒന്നും വേണ്ടെന്നേ. ഐ പെയർ ദിസ് ഇളക്കത്താലി വിത്ത് വൈറ്റ് ഷെഡ് ആൻഡ് ഇറ്റ് ലുക്സ് റിയലി കണ്ടംപററി. യെസ്, അത് ശരിയാണ്. ഞാൻ എടാ ഗായത്രി, നിന്റെ പ്രൊഫൈൽ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ ഒരു മാല നീ അത് കണ്ടംപററി അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? പ്രൊഫൈൽ കണ്ടതല്ല, അയച്ചു തന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര ലുക്കാണ്. അതായത് നമ്മളുടെ ഒരു ജീൻസ് ആൻഡ് ടോപ്പിന്റെ കൂട്ടത്തിൽ ഒരു നമ്മുടെ ഒരു വൈറ്റ് ഷർട്ട്, ജീൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വൈറ്റ് ഷർട്ടിന്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇളക്കത്താലി പോലത്തെയൊക്കെയുള്ള നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ അതൊന്ന് നമ്മളൊന്ന് പെയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് വരും. നമ്മളിങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ആ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. GM06 ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. 1370 ആണ്. കാശുമാലയിൽ സ്റ്റോൺ വരുന്ന ടൈപ്പാണ്. ആ സ്റ്റോൺ വന്നിട്ട് റോംബസ് സ്റ്റോൺസ് ആണ്. അതൊരു വെറൈറ്റി ആണ്. കാരണം എപ്പോഴും വട്ടം സ്റ്റോൺസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ നിന്നും നമ്മൾ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ റോംബസ്, അതായത് നമ്മുടെ സ്ക്വയർ ടൈപ്പ് സ്റ്റോൺ നമ്മൾ റോംബസ് ഷേപ്പിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല കളക്ഷൻ ആണ്. താങ്ക് യു ആന്റി. GM06 ആണ് 1370. കണ്ടോ, ഇങ്ങോട്ട് ചെയിൻ വരുന്നില്ല, കാശ് വരുന്നില്ല, നടുക്ക് മാത്രമായിട്ട് നിൽക്കുന്ന സെറ്റാണ്. ഇതാണ് സെറ്റ്. GM06 ആണിത്. 1370, 1370, 1370. നല്ല ബ്രൈറ്റ് ഗോൾഡ് ആണ്. ബ്രൈറ്റ് ഗോൾഡ് അല്ല, സോറി, ബ്രൈറ്റ് റെഡ് ആണ്. യെസ്, അയച്ചതാ. ഓ മൈ ലവ് ദിസ്. യു റിമെമ്പർ ദാറ്റ് പ്രീമിയം നാഗവടം? അതായിരുന്നു. ഓക്കെ. യെസ്, പ്രീമിയം നാഗവടം. ശരിയാ. GM06 ആണ് 1370 ആണ് ഇപ്പൊ കാണിക്കുന്നത്. നല്ല പ്രിറ്റി ബ്ലഡ് റെഡ് കളറിലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ അതിന്റെ അടക്കി വരുന്നത്. അടുത്തത് GM07 ആണ്. ഇത് നമ്മളുടെ ഒരു വിഷുവിനോ ഓണത്തിനോ എന്തോ നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു മുന്തിരിക്കൊല മാലയാണ്. അതിന്റെ നമ്മൾ ഇപ്രാവശ്യം അതിന്റെ ആന്റിക് ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. GM07 ആണ്. 1990 റുപ്പീസ് ആണ് കേട്ടോ. GM07 1990, 1990. GM07 ആണ്. ഇത് ഞാൻ വെച്ച് കാണിച്ചാലേ ഉള്ളൂ ഇതിന്റെയൊക്കെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇത് എന്തുവായി ഈ എന്താ ബിനാലെ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. GM07 ആണ്. 7ാമത്തെ കോഡാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 7ാമത്തെ കോഡ്. അഗെയിൻ ഇൻ ആന്റിക് ഷെയ്ഡ്. ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാൻ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ബാക്ക് സൈഡ്. ഞാൻ ഈ ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കാണിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അതെ, കണ്ടോ, ഈ മാലയുടെ ഒക്കെ അവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. അത് ആ ഒരു ആന്റിക് ഷെയ്ഡിന്റെതാണ് കേട്ടോ. ആതിര എസ് നായർ, ഹായ്ഡാ. GM07 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. നോക്കിക്കേ, 1990. ഇതൊക്കെ അമ്പോ എടാ, യു ഹാവ് എൻ ഐ ഫോർ സച്ച് ഡിസൈൻസ്. ദിസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഭയങ്കര നല്ല കണ്ടംപററി ഡിസൈൻ ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോഡേൺ ഡിസൈനൊക്കെ, ഇതൊരു മോഡേൺ ഡിസൈനുമാണ്. നമ്മളൊരു ഒരു എന്താ പറയുന്നത്, ഒരു കേരള സാരിയുടെ കൂട്ടത്തിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനും പറ്റും. ഇൻ ടേൺ നമുക്കിതൊരു മോഡേൺ ഡിസൈനിന്റെ കൂട്ടത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കഴുത്ത് നിറഞ്ഞു കിടക്കും. ഓഫ് ഷോൾഡർ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് GM07 ഓഫ് ഷോൾഡർ എന്ന് ഞാൻ പറയാൻ കാര്യം നല്ല വീതിയിലുള്ള, നല്ല ബ്രോഡ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ. ഹായ് സന്ധ്യേച്ചി, നിധി ഹായ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെ. നല്ല ബ്രോഡ് ആയിട്ടുള്ള ഓഫ് ഷോൾഡർ നെക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല, ഇതുപോലത്തെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിടക്കും. GM07 ആണിത് ഇപ്പൊ കാണിക്കുന്നത്. 1990 റുപ്പീസ്, 990 റുപ്പീസ് കേട്ടോ. 1990. നോക്കിക്കേ, ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. മുന്തിരിക്കൊല മാല എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. കാരണം ആ ഒരു മുന്തിരിവള്ളികൾ പോലെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഭയങ്കര രസമല്ലേ ഇതിങ്ങനെ. എനിക്കിങ്ങനെ മാല കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നെറ്റിച്ചുറ്റിയൊക്കെ വെക്കാൻ പറ്റും. അതെന്താണെന്ന് അറിയത്തില്ല. GM07 ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അടുത്തത് അതിന്റെ തന്നെ നല്ല ബ്രൈറ്റ് റെഡ് ആണ്. റെഡ് വിത്ത് റെഡ് കോമ്പിനേഷൻ, സെയിം മുന്തിരിക്കൊല ഡിസൈൻ ആണ്. GM8 ആണ്. 8ാമത്തെ കോഡാണ് GM8. ഇതിന് മുന്നിൽ കാണിച്ചത് വിന്ധ്യ ദേവരാജൻ. കോഡ് ഒന്ന് നോട്ട് ചെയ്ത് പറയണം കേട്ടോ. സൂപ്പർ, താങ്ക് യു ഷീബ. ഓ യെസ്, യു ആർ ഗിവിംഗ് മീ ഐഡിയാസ്. ഓഫ് ഷോൾഡർ വുഡ് ലുക്ക് ഫയർ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്.
സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് നല്ല പണ്ട് മുതലേ നമുക്ക് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ അതാണല്ലോ നമ്മൾ ഈ കോംബോ ഡിസൈൻ എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് മയൂരിയാണ് 2 ഇട്ടിരിക്കുന്നത്. താങ്ക് യു നിധി, താങ്ക് യു സന്ധ്യേച്ചി. ഓക്കെ, GM07 ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. കൺഫേംഡ് ഓർഡർ ആണെങ്കിൽ പ്ലേസ് ചെയ്തോളൂ. GM08 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് 990. ഇത് അതിന്റെ തന്നെ നല്ല റെഡ് GM08. ഇപ്പൊ നമുക്ക് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സിന്റെ പോലെ തന്നെ ഇതിന് തന്നെ ഒരു കോൺട്രാസ്റ്റ് ഡിസൈൻ ആണ്. അതായത് നീലയ്ക്ക് കൂട്ടത്തിൽ എപ്പോഴും റെഡ് നല്ലതായിരിക്കും. റെഡ് നല്ലതായിരിക്കും, പിങ്ക് നല്ലതായിരിക്കും കേട്ടോ, കോൺട്രാസ്റ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ. GM08 ആണ് ഞാനിപ്പോ കാണിക്കുന്നത് 1990 റുപ്പീസ്. അഗെയിൻ നല്ല മുന്തിരിക്കൊല മാലയാണ്. GM08 ആണ് 1990. എല്ലാം ആന്റിക് ഷെയ്ഡ് ആണ്. GM08 8ാമത്തെ കോഡാണ് ഞാനിപ്പോ കാണിക്കുന്നത് 1990, 1990 രൂപ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിൽ വെച്ച് കാണിക്കാം. നിങ്ങൾ കോഡ് നോട്ട് ചെയ്തിട്ട് വേണേ ഓർഡർ പ്ലേസ് ചെയ്യാൻ. പ്ലീസ് നോട്ട് ദ കോഡ്. നമ്മൾ കോഡ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹേമ അനിൽ, താങ്ക് യു. ലീഫ് പാലക്ക അല്ലേ? അതെ ലീഫാണ്. പക്ഷെ ഞാൻ അതിനെ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നത് പോലെ ഇതിനെ ഞാൻ മുന്തിരിക്കൊല്ലമാല എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. വിന്ധ്യ ദേവരാജ് GM06. വിന്ധ്യ ദേവരാജ് ഓർഡർ പ്ലേസ് ചെയ്യാനാണെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ. ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് GM08 ആണ് 1990 ആണ്. GM08 ആണ് ഇപ്പൊ കാണിക്കുന്നത്. റെഡ് മുന്തിരിക്കൊല മാല കൺഫേംഡ് മക്കളെ. ഓക്കെ, താങ്ക് യു സന്ധ്യേച്ചി. ഓർഡർ വാട്സപ്പ് ചെയ്തോളൂ. ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ അയക്കും കേട്ടോ. അടുത്തത് നല്ല ഇങ്ങനെ ഈ മേളിൽ ഇങ്ങനെ ഒരു അടുക്ക് പോലെ ഇത് വന്നിട്ട് അതിന്റെ താഴെ റൗണ്ട് പാലക്കയാണ്. അതിൽ നമ്മൾ എല്ലാം ഇന്നത്തെ എല്ലാം ആന്റിക് ഷെയ്ഡാണ്. ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല. ആന്റിക് ഷെയ്ഡിന് സ്പെസിഫിക് ആയിട്ടുള്ള ലൈവാണിത്. GM09 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 9ാമത്തെ കോഡാണ് 1470. 1470 രൂപ. 1470 1470. ഇതാണ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. പച്ചയാണ് കേട്ടോ. കമ്മൽ കൊള്ളാം, സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്. സൂര്യവത്സൻ ഒന്ന് ഓർഡർ എന്ത് ചെയ്തോളൂ. പ്രീമിയം ക്വാളിറ്റി ആണ്, ലോക്കൽ ക്വാളിറ്റി അല്ല. അപ്പോൾ പ്രൈസിങ്ങും അങ്ങനെ ആയിരിക്കും. അതൊന്ന് എക്സ്പെക്ട് ചെയ്തോണം കേട്ടോ. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന GM09 ആണ്. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡ് അല്ല, ആന്റി ഗോൾഡിന്റെ കളക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേളിത്തതും ആ ഒരു ഡിസൈൻ ആയിരിക്കും. നമ്മുടെ ആ ഒരു എർക്കിലില്ലേ നോർമൽ ഗോൾഡിന്റെ. റീവൈൻഡ് ഓപ്ഷൻ മറന്നൂല്ലോന്നോ? അയ്യോ, റീവൈൻഡ് ഓപ്ഷൻ ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഇപ്പൊ എന്റെ ഫോണിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ഹസ്ബൻഡ് അമ്പലത്തിൽ പോയിരിക്കും. അപ്പൊ അത് കാരണം ഞാൻ എനിക്ക് എന്റെ ഫോണിൽ ചെയ്യുമ്പോഴത്തേക്ക് റീവൈൻഡ് ഓപ്ഷൻ ഒക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യുമ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് എനിക്കറിയില്ല റീവൈൻഡ് ഓപ്ഷൻ എനേബിൾഡ് ആണോ എന്ന് എനിക്കറിയില്ല. GM09 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1470 1470 രൂപ. അതേ ക്ലോസപ്പിൽ കാണിക്കാം. 1470. വേറെ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പച്ചക്കല്ല് മാത്രമാണ്. മേളിൽ ഒരു പടി പോകുന്നു. ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കെട്ടും അങ്ങനെ ചെയ്യാം. നമുക്ക് അടിപൊളിയാണല്ലോ. ക്ലോസപ്പ് കാണിക്കാമോടെ? ലൈവ് കഴിഞ്ഞിട്ട് കാണിക്കാമേ. GM09 ആണ് 1470. GM07 കമ്മല് കാണിച്ചില്ല. GM07 കമ്മലില്ല. GM07 എല്ലാത്തിനും കമ്മലില്ല മൃദുല. ഞാൻ കമ്മല് കാണിക്കുന്നതിനെ കമ്മലുള്ളൂ കേട്ടോ. കമ്മല് കാണിക്കുന്നതിനെ കമ്മലിനെ ഉള്ളൂ. അല്ലാത്തതിനൊക്കെ കമ്മലുണ്ടെങ്കിൽ ഞാനത് കമ്മല് കാണിക്കും കേട്ടോ. ഇതിന് മാച്ച് ചെയ്ത് തരുമോ? വിന്ധ്യ ദേവരാജ് JE സീരീസ് നമ്മളുടെ കമ്മലാണ്. കമ്മലിന്റെ സീരീസ് ആണ് JE സീരീസ്. മാച്ചിങ് ആയിട്ടുള്ള ഇറിങ് വേണമെങ്കിൽ ആ ലൈവിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. വിന്ധ്യ ദേവരാജ്. ബ്രിജിത മഞ്ജു ഹായ്. ഇയർ ഡ്രോപ്സ് പ്ലീസ് ഷോ നിയർ ബൈ. ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ കമ്മലാണോ? ഇയർ ഡ്രോപ്സ് ഞാൻ അതാ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞാൻ കമ്മല് കാണിക്കുന്ന മാലകൾക്ക് മാത്രമേ കമ്മല് സെറ്റ് ആയിട്ടുള്ളൂ. ഇല്ലാത്തതിന് കമ്മലില്ല കേട്ടോ. ഇല്ല, ഞാൻ പിന്നെ ഒരാൾ ചോദിച്ചത് കാരണം എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയി. കമ്മൽ ഏതെങ്കിലും മാലയ്ക്ക് സെറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കമ്മല് കാണിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സെറ്റിന് കമ്മലില്ല കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചതിനകത്ത് 2-3 എണ്ണത്തിന് മാത്രമേ കമ്മൽ സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചതുള്ളൂ. ഓൾറെഡി കാണിച്ചതിനകത്തുള്ളൂ. കമ്മൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ മാലയുടെ കൂടെ തന്നെ കമ്മൽ കാണിക്കും. ഇല്ലെങ്കിൽ കമ്മലില്ല. ഓക്കെ, അപ്പൊ GM09 ഇപ്പൊ ഞാൻ കാണിച്ചു കഴിഞ്ഞു. അടുത്തത് GM10 ആണ്. GM10 നമ്മളുടെ എപ്പോഴത്തെയും ട്രെൻഡിങ് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഇളക്കത്താലിയാണ്. ബട്ട് ഇളക്കത്താലി ഇൻ എ വെറൈറ്റി മൂഡ്, അതായത് നമ്മളുടെ ആന്റിക് ഷെയ്ഡിൽ. ഓക്കെ, എപ്പോഴും ആന്റിക് ഷെയ്ഡ് നമ്മളുടെ നോർമൽ ഗോൾഡ് ടോൺ ആണ് അലക്കത്താലി വരാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റി പിടിച്ച് അത് ഇതിലോട്ട് കൊണ്ടുവന്നു. കണ്ടോ എന്ത് രസാ.
ആന്റിക് ഷെയ്ഡിൽ വരുന്ന ഇളക്കത്താലിയാണത്. GM10 ആണത്. 10ാമത്തെ കോഡാണ്. 1270. GM10 ആണ്. 1270 ആണ്. GM10 1270. 1270 രൂപ GM10. 10ാമത്തെ കോഡാണത്. 1270 ആന്റിക് ഇളക്കത്താലിമാല. GM10 ആണ്. 1270 ഇളക്കത്താലിയാണിത്. ഇളക്കത്താലി GM10 ആണ്. മാല മാത്രമേ ഉള്ളൂ. 1270 GM10 ആണ്. 1270 രൂപ. ഷോ വാട്ട് യു വെയർ നൗ. സന്ധ്യച്ചി, എന്റെ കമ്മല് ഞാൻ അവസാനം കാണിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. GM10 ആണ് ഇപ്പൊ കാണിച്ചത്. ഹേമ അനിൽ, താങ്ക് യു സോ മച്ച്. അടുത്തത് GM11 ആണ്. ഇതൊരു ആന്റിക് ഷെയ്ഡിൽ വരുന്ന ഒരു പെൻഡന്റ് ആൻഡ് ചെയിൻ സെറ്റ് ആണ്. GM11 ആണ്. 1270 അഗെയിൻ. അതങ്ങോട്ട് മാറ്റണ്ട. എനിക്ക് മനസ്സിലായില്ലടാ. മാറ്റണ്ടെന്നോ? ഓ, നമ്മുടെ ഇളക്കത്താലി ശരിയാന്നേ. ഇളക്കത്താലി ഭയങ്കര ഭംഗിയാണ് നമുക്ക്. GM11 ആണ്. 1270. GM11 ഇതാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ആന്റിക് ചെയിൻ ആണ്. ആന്റിക് ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. ഇതാണ് ഇതിന്റെ ക്ലോസപ്പ്. GM11 ക്ലോസപ്പ്. ഇതൊരു മയൂരലക്ഷ്മി മാലയാണ്. ദേവി നടുക്ക്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മയില് വരുന്നു. താഴോട്ട് ഗോൾഡൻ ഗുങ്കുറു ബീഡ്സ് ആണ്. ആന്റിക് കമ്മൽ കിട്ടുമോ? ഇന്നത്തെ ലൈവില് ഒറ്റ ആന്റിക് കമ്മൽ ജുമുക്ക കാണിക്കുന്നുണ്ട്. അതേ ഉള്ളൂ ഇന്നത്തെ ലൈവിലുള്ള കളക്ഷൻസ് ഉള്ളൂ. അതല്ലാണ്ട് JE സീരീസിൽ ഒന്ന് പോയി കാണൂ, നോക്കുക കേട്ടോ. നന്ദനത്തിലെ നവ്യനെ ഓർമ്മ വരുന്ന ഇളക്കത്താലി കാണുമ്പോൾ ശരിയാണ്. നന്ദനത്തിലെ ലാസ്റ്റ് കല്യാണ സീനിൽ ഇളക്കത്താലി ഇടുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് ഇളക്കത്താലി. അതാ ഞാൻ പറഞ്ഞേ, ഞാനത് ഇപ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് ഞാൻ ഇളക്കത്താലി ഞാൻ ആന്റിക്കിൽ കൊണ്ടുവന്നു. ഞാൻ പൊതുവെ ആന്റിക്കിന്റെ ആളാണ്. ആന്റിക് ആൻഡ് ചെട്ടനാടിന്റെ ആളാണ്. ചെട്ടനാടിനെക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് ആന്റിക്കിനോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ചില കപ്പലുകൾ, മാങ്ങാമാല അങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ആന്റിക്കിനോടാണ് താല്പര്യം. ഐ മീൻ ചെട്ടനോടാണ് താല്പര്യം. അല്ലാത്ത പക്ഷെ ഞാൻ എപ്പോഴും ഒരു ബ്ലാക്കിഷ്, ഈവൻ സിൽവർ ആണെങ്കിൽ എനിക്ക് ഈ പളിച്ചെന്നിരിക്കുന്ന സിൽവർ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ആന്റിക് ഷെയ്ഡിലോടാണ് എനിക്ക് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആന്റിക്കിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ട്രഡീഷണൽ ഡിസൈൻസും ഞാൻ ആന്റിക്കിൽ ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് നമ്മുടെ എനാമൽ കളക്ഷൻ, സിഗ്നേച്ചർ കളക്ഷൻസിലുള്ള എനാമലുള്ള നാഗപടവും ഇതുമൊക്കെ നമ്മൾ ആന്റിക്കിൽ നമ്മൾ ലോഞ്ച് ചെയ്ത്, ഇനാമൽ ലോഞ്ച് ചെയ്തത്, ഈവൻ സിൽവറിലും നമ്മൾ ഇനാമൽ ലോഞ്ച് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയോ അരക്കോ ഒക്കെ എടുത്തെടുത്ത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ നമ്മളതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും സിൽവറിന്റെ നമുക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഗോൾഡിന്റെ പിന്നെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ റെപ്ലിക്കാസ് ഇങ്ങനെ കിടക്കുന്ന കാരണം അതിന് വലിയ ആൾക്കാർ ചോദിക്കുന്നില്ല. പക്ഷെ സിൽവറിന്റെ ഇപ്പോഴും നമുക്ക് ഡിമാൻഡിൽ കിടപ്പുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയിക്കാം. ആന്റിക്കിനോട് എൻ്റെ ഉള്ള താല്പര്യത്തിന്റെ കഥ പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞ് അങ്ങ് കയറിപ്പോയി. GM11 ആണ്. 1270. 1270 കേട്ടോ. 1270. ഇപ്പൊ കാണിച്ചത് GM11. അടുത്തത് GM12 ആണ്. GM12 ഇത് ഒരു കാശുമാലയാണ്. കാശുമാലയില് നമ്മള് കാശുമാല വിത്ത് ഒരു നമ്മുടെ നേരത്തെ ഒരു ഡിസൈൻ കാണിച്ചു, അതിന്റെ ഒരു ഫ്യൂഷൻ ആണ്. രഞ്ജു ബിനു ഹായ്. ഒരു ഫ്യൂഷൻ ആണ്. കാശ് വിത്ത് മറ്റേ ആ ഒരു കുനുപ്പ് പോലത്തെ ഒരു ഫ്ലവർ കൈൻഡ് ഡിസൈൻ, ഒരു ലീഫ് കൈൻഡ് ഡിസൈൻ. ഹായ് യമുന രവീന്ദ്രൻ. ഇതാണ് മാല. സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാശ്. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതൊക്കെ വിഷുവിനൊക്കെ ഇട്ടോണ്ടൊക്കെ പോവാനൊക്കെ ഇപ്പൊ നമ്മള് നമ്മുടെയൊക്കെ തറവാടുകളിലോട്ടൊക്കെ പോകുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് സാരി കൊടുത്ത് വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴൊക്കെ നല്ല ലുക്കായിരിക്കും. ഇതുപോലെ സിമ്പിൾ മാലകളൊക്കെ. GM12 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 12ാമത്തെ കോഡാണ്. 870. ഷാനി പീലി ഹായ്. 870. GM12 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 870. 12ാമത്തെ കോഡ് 870. GM12. GM12 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 870 rupees. GM12. ഓക്കെ, കണ്ടല്ലോ ഡിസൈൻ. ദേവി ഡിസൈൻ ആണ് കേട്ടോ. ദേവി ഇംപ്രിന്റ് ആണ്. GM12 ആണ് കാണിക്കുന്നത്. 870. 870 സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ. GM12. അടുത്തത് GM13 ആണ്. GM13 ഇതൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കാശുമാലയാണ്. ഗ്രാൻഡ് കാശുമാല. നല്ല ഒരു എന്താ നമ്മൾ പാലക്കാട് ഡിസൈൻ പോലെ തന്നെ പാലക്കൊക്കെ മേളിൽ ഈ 3 വരി അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതിന്റെ തന്നെ റിപ്ലിക്ക നമ്മൾ കാശിലുണ്ടാക്കിയിരിക്കുന്നതാണ്. കണ്ടോ, ഇത് പാലക്ക മാലയുടെ ഒക്കെ മേളിലും നാഗപടത്തിന്റെ ഒക്കെ മേളിലുള്ള അതേ അലുക്ക് വെച്ചിട്ട് താഴോട്ട് നമ്മൾ കാശിന്റെ വെച്ചിരിക്കുകയാണ്. ഇൻ ആന്റിക് ഷെയ്ഡ്.
എനിക്ക് മോഹൻലാൽ മെസ്സേജ് അയച്ചു. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിനെ കളിപ്പിച്ചേ, ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾക്ക് ഇങ്ങനെ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ഫോൺ ഇങ്ങനെ നോക്കുക, ഞാൻ അല്ലാണ്ട് ഫോൺ കൊടുക്കാറില്ല. ഫോൺ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്ന്. നമ്മൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ അപ്ഡേറ്റ്സ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വരുമല്ലോ. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും അമ്മ ലാലേട്ടൻ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ മാത്രമല്ല, ഉണ്ണിമോന്തനും ഒക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഉണ്ണിമോന്തൻ അയക്കാറുണ്ട്. പിന്നെ അങ്ങനെ ആരണ്ടൊക്കെ പേര് ഞാൻ പറഞ്ഞു. പിന്നെ ആരാണോ മമ്മൂക്കയുടെ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വരാറില്ല. പക്ഷെ ആരുടെയാണോ വേറെ ആരണ്ടയോ ഇതുപോലെ കണ്ടിട്ട് എന്നിട്ട് അവൾ നിന്ന് അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛ അമ്മയ്ക്ക് ലാലേട്ടൻ മെസ്സേജ് അയക്കുന്നുണ്ട് അച്ഛ. ഏട്ടനാണെ അതേ കൂട്ടി കീറി പിടിച്ചു. പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ പിന്നെ അവസാനം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെ ഒരു ചാനലുണ്ട്, നമ്മൾ അത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്ഡേറ്റ്സ് വരും, നിന്റെ സ്കൂളിലത്തെയൊക്കെ വരാറുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പാവം കൊച്ചു പെട്ടെന്ന് നാശിച്ചു. GM13 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. 1270 റുപ്പീസ് ഉള്ളി. ഇതും കണ്ടോ, നല്ല അതെ പറഞ്ഞ പിള്ളേരൊക്കെ വിശ്വസിച്ചു പോകും ഇപ്പോഴത്തെ പ്രായത്തിൽ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും ചെയ്തിരുന്നില്ല. GM13 13ാമത്തെ കോഡാണിത്. 1270 1270 രൂപ. 1270 റുപ്പീസ്. ഇതിന്റെ സ്മോൾ ഉണ്ടോ? ഇല്ല. കാശിമാലയിൽ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. 1270 റുപ്പീസ്. GM13 13ാമത്തെ കോഡാണ് GM13. അവളുടെ കാര്യം പറയാനാണെങ്കിൽ കുറെ ഇങ്ങനെ ചിരിക്കാനുണ്ട്. കാത്തുവിന്റെ കാര്യം, എന്താ മൂത്ത ആളുടെ കാര്യം. ഇങ്ങനെ പാട്ടുകൾ, പണ്ടത്തെ പാട്ടുകൾക്കൊക്കെ അവൾക്ക് ഇഷ്ടം. നമ്മളുടെയൊക്കെ കാലത്തെ പാട്ടുകളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കേൾക്കും. അതിങ്ങനെ നമ്മുടെ ഒരു മുറൈ വന്ന് പാർത്തായ ഒരു പ്രാവശ്യം ഇങ്ങനെ TV കണ്ടിട്ട് ഡാൻസ് ഒക്കെ കണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഡാൻസ് ഒക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ പാട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോൾ അതിന്റെ എല്ലാ ഭാഷയിലുള്ള പാട്ടും കാണും. തമിഴ് കാണും, തെലുങ്ക് കാണും, എല്ലാം ഇരുന്ന് കാണും. അതിനകത്ത് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലായിടത്തെയും പോലെ. അപ്പൊ ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് ഒരു മുറി വന്ന് പാർത്ത ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുളിമുറിയിൽ വന്ന് പാർത്ത. എന്റെ ദൈവമേ, കേട്ട് കഴിഞ്ഞാൽ എന്നെ ഇപ്പൊ വല്ലതും പറയും. ഞാൻ ഓർത്ത്, കാത്തു നീ എന്നെ ഈ പാടുന്നേ കുളിമുറിയിൽ വന്ന് പാർത്തായോ? അങ്ങനെയാണല്ലോ ചേച്ചി ആ പാട്ടിനകത്ത് പാടുന്നേ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മുന്നേ കുളിമുറിയിലല്ല, ഒരു മുറി വന്ന് പാർത്തായോ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് മേല. അപ്പൊ കാത്തുവിന്റെ ഇങ്ങനെ കുറെ കഥകളുണ്ട്. GM13 ആണ് ഇപ്പൊ കാണിച്ചത്. ഫോർ ദ പ്രൈസ് പോയിന്റ് നെക്സ്റ്റ് പീസ് സോ വർത്ത്. യെസ് ഓഫ് കോഴ്സ്. GM13 ആണ് ഇപ്പൊ കാണിച്ചത്. അടുത്തത് GM14 ആണ്. സോറി, GM14 ആണ്. ഇന്ദു GS ഹൈ. GM14 ആണ്. കാശിമാലയുടെ തന്നെ. ആരോ ചോദിച്ചല്ലോ കാശിമാലയുടെ സ്മോൾ ഉണ്ടോന്ന്. വിന്ധ്യ അതേ കാശിമാലയുടെ സ്മോൾ ഇല്ല, പക്ഷെ കാശിന്റെ തന്നെ വേറെ ഡിസൈനിന്റെ ചെറുത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. GM14 ആണ്. GM14 990. അയ്യോ കുറെ നേരമായോ സ്റ്റാർട്ട് ചെയ്തിട്ട് അച്ചു? കുറെ നേരമായല്ലോടാ, 14 എണ്ണമായി. എന്ത് പറ്റി? കമ്മ്യൂണിറ്റിയിൽ നോക്കിയില്ലേ? അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ജ്യോതി. ഇതിപ്പോ GM14 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 990 990 രൂപയാണ്. GM14 ആണ്. ഇതാണ് കാശിമാല നമ്മുടെ ചോക്കർ. അതും ഇൻ ആന്റിക് ഷെയ്ഡ്. എന്ത് രസം. ആന്റിക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ലുക്കാണ്. GM14 ആണ്. ഈ മാലയ്ക്ക് കമ്മലുണ്ട്. ഓക്കെ, ഈ മാലയ്ക്ക് കമ്മലുണ്ട്. GM14 14ാമത്തെ കോഡാണ്. 990 റുപ്പീസ്. GM14 ആണ് കേട്ടോ. 14ാമത്തെ കോഡാണ് 990. ഇത് വെറും ചെയിനിൽ വന്നിട്ട്, അതായത് നമ്മൾ 4 ലെയർ ചെയിനിൽ വന്നിട്ട് കാശ് മാത്രം. അഡ്വാൻസ് ഹാപ്പി വിഷു. സെയിം ടു യു അമ്പിളി. GM14 ആണിത്. 990 കേട്ടോ. 990 റുപ്പീസ്. GM14 14ാമത്തെ കോഡാണ് GM14. അത് വന്ന് നോക്കിയിരുന്നു, ബട്ട് മിസ്സായി. അയ്യോ അതെന്ത് പറ്റി? അത് സാരിയില്ല, 14 എണ്ണ ആയുള്ളൂ കേട്ടോ. അടുത്തത് GM15 ആണ്. GM15 ഇത് വന്നിട്ട് ഇളക്കത്താലി തന്നെയാണ്, പക്ഷെ ഇളക്കത്താലിയുടെ തീരെ 1 ലെയർ, അതായത് കുട്ടികൾക്ക് തീരെ പൊടി പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. മാത്രമല്ല ഇത് നമുക്ക് വേറെ മാലകളുടെ മേളിൽ, അതായത് ഈ ഒരു മാല താഴെ വന്നിട്ട് മേളില് സ്റ്റോൺ മാലയൊക്കെ ഇട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതാണ് സംഭവം. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ നോക്കിക്കേ, ഒറ്റ ലെയറിൽ താലി. GM15 ആണ്. 870 റുപ്പീസ് ആണിത്. താങ്ക് യു സോ മച്ച് പാർവതി. അല്ല ഒരാളെങ്കിലും ഓർത്തല്ലോ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടാണ് പോയത് ഇന്ന് എന്റെ പിറന്നാളാണെന്ന്. താങ്ക് യു സോ മച്ച്. വിശാഖമാണ് നാള്. അങ്ങനെ എന്റെ നാള് പിറന്നാള് കഴിഞ്ഞു. നാള് കഴിഞ്ഞു. അങ്ങനെ 1 വയസ്സും കൂടെ കൂടി
14 വയസ്സ് പറയാൻ പാടില്ലെന്നാണ്, എങ്കിലും 36 വയസ്സായി. GM15 ആണിത്. 15ാമത്തെ കോഡാണ്. 870 rupees. സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ പാലയ്ക്ക ആന്റിക് അടുക്കടുക്ക് കാശിമാല വേണം, കിട്ടുമോ? ഇന്നത്തെ ലൈവിൽ കാണിക്കുന്ന കളക്ഷൻസേ ഉള്ളൂ കേട്ടോ വിന്ധ്യ ദേവരാജ്. കാരണം നമ്മൾ ഇതൊരു പരീക്ഷണാർത്ഥം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ആന്റിക്കിന്റെ കളക്ഷൻസ്. അതുപോലെ തന്നെ അടുക്കടുക്ക് കാശിമാല ഏത് ടൈപ്പ് ആണെന്നുള്ളതും നമുക്കറിയില്ല. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അയച്ചോളൂ കേട്ടോ, വാട്സ്ആപ്പ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് ജയശ്രീ, താങ്ക് യു സോ മച്ച്, താങ്ക് യു പ്രിയ, താങ്ക് യു ജ്യോതി. JM15 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 870 കണ്ടോ, എന്ത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാശിമാലയാണ് ഇത്. ഇങ്ങനെ എണ്ണ ഇട്ടാലും നല്ല ലുക്ക് അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. GM15 ആണ്. 870. നമ്മൾ മാല ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അതുപോലത്തെ സെറ്റാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്. ഇതിന്റെ താഴെ നമുക്കൊരു കല്ല് വെച്ചിട്ടുള്ള ഒരു മാല വെച്ചിട്ടൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഓ വൗ, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ, യു ഏജ് ലൈക്ക് ഫൈൻ വൈൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 36 വയസ്സായി നിന്നെ കണ്ട തോന്നുമോ? GM15 ആണ്, അതൊക്കെ തോന്നും. 15 870, ചിലപ്പോൾ അതിൽ കൂടുതലാണെന്നേ പറയത്തുള്ളായിരിക്കും. മൈ സ്റ്റാർ ഇസ് ഓൾസോ വിശാഖം. അത് കൊള്ളാം രശ്മി, സൂപ്പർ. ഹായ് ഡിയർ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, ഗോഡ് ബ്ലസ് യു ഓൾവേസ്. താങ്ക് യു ശശി മാം, താങ്ക് യു സോ മച്ച്. അമിത പ്രശോഭ്, താങ്ക് യു ഡിയർ. ഇന്ദു GS, താങ്ക് യു ഡാ. അപ്പൊ GM15 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 870 rupees കേട്ടോ. താങ്ക് യു വിന്ധ്യ. 870. ഇതാണ് കാശിമാല, നമ്മുടെ ഇളക്കത്താലിയുടെ ഒറ്റ ലെയറിന്റെ ഇളക്കത്താലിയാണ്. കുട്ടികൾക്കും നല്ലതാണ്, നമ്മൾ വലിയവർക്കും നല്ലതാണ്, ആർക്ക് വേണ്ടി വിടാം. GM15 870 കേട്ടോ. 870 രൂപ. 870 കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിന്റെ കാര്യം കൊണ്ട് നിങ്ങൾ ആലോചിക്കും, ദൈവമേ ഒരു ലെയറിനാണോ ഈ റേറ്റ് എന്ന്. പക്ഷെ ഒറ്റ ലെയറിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ്. താങ്ക് യു അമ്പിളി, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് അനിത മാം. പിന്നെ താങ്ക് യു സോ മച്ച് നിധി. ഓക്കെ, അപ്പോൾ നോ വേ, മാക്സിമം 33 അത്രേ ഉള്ളൂ. ഓഹോ, എന്നാലും 33 പറയുമോ? ചുരിദാറിന് മാച്ച് ആകും. അതെ, ചുരിദാറിന് മാച്ച് ചെയ്യും. GM15 ആണ് ഞാനിപ്പോ കാണിച്ചത്. ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു ശൈലജ, താങ്ക് യു സോ മച്ച്. അപ്പം 13, 14, 15 ഇത്രയും കാണിച്ചു. 15 വരെ കാണിച്ചു. ഇനി 16. ഓക്കെ, ഇതും എഗെയിൻ ഒരു മാങ്ങാമാലയാണ്. മാങ്ങാമാല വിത്ത് ഇളക്കത്താലി ഇന്നത്തെ ഡ്രസ്സിന് സ്യൂട്ട് ആകുന്നുണ്ട്. ഉണ്ട്. അത് ഇന്നത്തെ ഡ്രസ്സ് കൂടുതലും ബിലേറ്റഡ് വിഷസ് ആൻഡ് ബ്ലെസ്സിങ്സ്. ഓക്കെ, ബിലേറ്റഡ് ആണ് ആക്ച്വലി. കഴിഞ്ഞു പിറന്നാൾ ഇന്നാണെങ്കിലും നമ്മുടെ കഴിഞ്ഞല്ലോ, നമ്മൾ ആഘോഷിക്കുന്ന കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് ഒരു നമ്മുടെ മാങ്ങാമാല തന്നെയാണ്. പക്ഷെ മാങ്ങാമാല ഞാൻ ആദ്യമത്തെ കാണിച്ചതിനെക്കാട്ടിലും ഒരു വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മേളിൽ ഒത്തിരി പടിയൊന്നുമില്ല. സിമ്പിൾ ചെയിൻ. ലൈവ് 6 പിടി 8 പിടി ചെയിൻസ് ഉടനെ കാണുമോ വെച്ചു. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാടാ, പെട്ടെന്ന് ഉണ്ടാക്കാൻ തന്നെ ട്രൈ ചെയ്യാം. ബീഡ ജേക്കബ്, പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലീസ് വാട്സ്ആപ്പ് അസറ്റ് 9995679596. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മളുടെ ഫോൺ നമ്പറും ഡയറക്റ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിലേക്ക് ചെയ്യാനുള്ളത്. കോഡ് നോട്ട് ചെയ്തിട്ട് യു ക്യാൻ നോട്ട് ദ കോഡ് ആൻഡ് ജസ്റ്റ് വാട്സ്ആപ്പ് ആസ് വിത്ത് ദ കോഡ്. ഓക്കെ, ഫോൺ നമ്പർ ഞാൻ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല വിന്ധ്യ മാം. വാട്സ്ആപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനില്ലേ, ഈ ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട്, അതിനകത്തോട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ. ലിങ്ക് ഉണ്ട്, വാട്സാപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സജന നായർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അടുത്തത് GM16 ആണ്. 1170. ഇങ്ങനെ മേളില് ഒരൊറ്റ ലെയർ മാത്രം സ്റ്റോൺ പോയിരിക്കുന്ന മാങ്ങാമാലയാണ്. 17th കോഡാണ്. 1170. 1170 GM16. ആരെങ്കിലും എന്റെ ഫോൺ നമ്പർ ഒന്ന് അയച്ചു കൊടുക്കൂ. എനിക്ക് നമ്പർ 2 മൈ ബർത്ത്ഡേ ഡിയർ. ആണോ? താങ്ക് യു. സോറി, സെയിം ടു യു സന്ധ്യേച്ചി. അപ്പൊ ചേച്ചിയും ഇതാണോ, വിശാഖമാണോ, അതോ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ 5th April ആണോ? ഓക്കെ, ആരെങ്കിലും എന്റെ നമ്പർ ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമോ? റിപ്ലൈ ചെയ്യോ? എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, വിന്ധ്യക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ നമ്പർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമോ? അല്ലെന്നുണ്ടെങ്കിൽ വിന്ധ്യ ടൈപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ നമ്പർ. GM16 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. 1170. 1170 രൂപ കേട്ടോ. നല്ല കൊടമാങ്ങ വിത്ത് സ്റ്റോൺ ആണ്. 1170 rupees. എല്ലാം 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് ആണ്. അത് ഞാൻ പറയാൻ മറന്നുപോയി. 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി ഫിനിഷ് വിത്ത് 1 year കളർ വാറന്റി ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ഇന്ത്യ എങ്ങോട്ടാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ആന്റിക് ഷെയ്ഡ് ആണ് കേട്ടോ. ആന്റിക് ചെയിന്, സിമ്പിൾ ചെയിൻ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ അങ്ങനെ കാരണം സിമ്പിൾ ചെയിൻസ് എല്ലാവരും ഒരു ഗോൾഡിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആന്റിക്കില് സിമ്പിൾ ചെയിൻസ് കൊണ്ടുവന്നാൽ അങ്ങനെ അധികം എടുക്കില്ല. എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാവില്ല,
കുറച്ചെണ്ണം മാത്രം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ആന്റിക്ക് മാങ്ങാമാല ഉണ്ട്, അത് ഇപ്പൊ ഒരെണ്ണം കാണിച്ചു വെച്ചതേ ഉള്ളൂ ഐശ്വര്യ, ആന്റിക്ക് മാങ്ങാമാല. ബട്ട് സം മാസ്ക്ഡ്. ഓക്കെ പിൻ ചെയ്യാനല്ലേ? ഓക്കെ. ഞാൻ അത് പിൻ ചെയ്യുന്നതിന് പകരമാണ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുമുണ്ട്, ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്, അവർക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ. അടുത്ത കോഡ് GM17 ആണ്, 1270. 17ാമത്തെ കോഡാണ് 1270. ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ പുണർന്ന്. ഓക്കെ. വെയർ ചെയ്ത കമ്മലുണ്ടോ? അമ്പിളി ഗോപിനാഥ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ. വെയർ ചെയ്ത കമ്മലുണ്ട്, പ്രീമിയം സെറ്റ് ആണ്. അടുത്തത് GM17 ആണ്, 1270. ഞാൻ മുന്നേ കാണിച്ച കാശിമാലയുടെ തന്നെ കോണിക്കൽ ആ ഒരു ഡിസൈനിന് പകരം റൗണ്ട് ആണ്. GM17 ആണ്, 1270. ഇതും എഗെയിൻ ആ ഒരു ആന്റിക് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് കാരണം ഭയങ്കര ഭംഗിയാണ്. GM17 1270 എല്ലാം ആന്റിക് ഷെയ്ഡിലുള്ളതാണ്. ഓക്കെ. ഫുൾ കവേർഡ് ടൈപ്പ് ഉണ്ടോ മാങ്ങ? ഇല്ല, അങ്ങനത്തെ ഇല്ല ഐശ്വര്യ, എല്ലാം ഹാഫ് കവേർഡേ ഉള്ളൂ കേട്ടോ. ഐ ആഡ് യു ഇൻ മൈ വാട്സ്ആപ്പ്. ഓക്കെ വിടാ ജേക്കബ്, താങ്ക് യു ഡാ ഗായത്രി. ഇതാണ് നമ്പർ കേട്ടോ, 9995679596. താങ്ക് യു ഡാ. GM17 ആണ്, 1270. 1270 രൂപ. 1270 ആണിത്. റൗണ്ട് സ്റ്റോൺ ആണ്, റെഡ് കളർ റൗണ്ട് സ്റ്റോൺ ആണ്. GM17 ആണ്, 17ാമത്തെ കോഡാണ്. 1270. 1270 കേട്ടോ, 1270. 1270 GM17 17ാമത്തെ കോഡ്. അടുത്തത് 18ാമത്തെ കോഡാണ്, ഒരു ചെയിൻ വിത്ത് പെൻഡന്റ് ആണ്. ഇത് നമ്മുടെ ശ്രീരാമ ഇതാണ് ഇതിന്റെ നടുക്ക്. GM18 ആണ്, 1270. ആന്റിക് ഷെയ്ഡിൽ വരുന്നു. GM18 1270. 1270. GM18 കമ്മൽ വെയർ ചെയ്ത വൺ ലാസ്റ്റ് കാണിക്കണേ? യെസ്, കാണിക്കാം. GM18 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്, 1270. 18ാമത്തെ കോഡാണ്. GM18 1270. 18 ഇപ്പൊ കാണിക്കുന്നത്. 1270. GM18 18 1270. GM18. ഓക്കെ. അടുത്തത് GM19 ആണ്. ഞാൻ മുന്നേ കാണിച്ച ആ ഒരു റെഡിന്റെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ സ്റ്റോൺ ആണ്. GM19 ആണ്, ഇതും 1270. GM19 1270. ഇത് നല്ല പച്ച സ്റ്റോൺ ആണ്. GM19 19ാമത്തെ കോഡാണ്, 1270 ആണ്. GM19 ഞാൻ വെച്ച് കാണിക്കാം. 19 19ാമത്തെ കോഡ് 1270. നല്ല സെറ്റാണ്. GM19 ആണ്, 1270. ഇത് കുറച്ചും കൂടെ ഒന്ന് ഇറക്കിയൊക്കെ ഇട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എക്സ്റ്റൻഷൻ ചെയിൻ വേണ്ടവർ എക്സ്ട്രാ പർച്ചേസ് ചെയ്തോളുക. ഓക്കെ. എക്സ്റ്റൻഷൻ ചെയിൻ മാത്രമായിട്ട് നമ്മൾ സെല് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് മയൂരിൽ നിന്നുമുള്ള ഏതെങ്കിലും ഐറ്റത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. 19ാമത്തെ കോഡാണിത്, 1270. 1270. അടുത്തത് എഗെയിൻ മാങ്ങയുടെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ്. ആരാ ചോദിച്ചാൽ ഐശ്വര്യ അല്ലേ? മാങ്ങയുടെ തന്നെ ഡിസൈൻ അടുത്തത് വരുന്നുണ്ട്, പക്ഷെ നോട്ട് ഫുള്ളി കവേർഡ് മാങ്ങ. ഫുള്ളി കവേർഡ് മാങ്ങ നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. GM21 ആണ്, 1090. ഇത് സ്റ്റോൺസ് ഒന്നും ഇല്ലാത്ത നോർമൽ മാങ്ങാമാലയാണ്, ഇൻ ആന്റിക് ഷെയ്ഡ്. GM21 ആണ്, 1090. GM21 ആണ്, 1090. ലവിംഗ് ദിസ് ആന്റിക് കളക്ഷൻ, എക്സലന്റ്. താങ്ക് യു സോ മച്ച് ഡാ. അതാണ് എനിക്ക് ഈ ആന്റിക് ഷെയ്ഡിന്റെ എനിക്ക് ഭയങ്കര, ഞാനും ആക്ച്വലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഇടത്തൊന്നുമില്ല. നമുക്ക് പുതിയ ഐറ്റംസ് ലോഞ്ച് ചെയ്യുമ്പോഴും ആൾക്കാരുടെ റിസീവൽ എങ്ങനെയാണെന്നും അറിയാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല ഞാൻ പേഴ്സണലി ഇടുന്നില്ലെങ്കിലും എനിക്കിത് ലോഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇട്ട് കാണുന്ന ആനന്ദം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോഴും സ്റ്റൈലിസ്റ്റുകൾ മേടിച്ചുകൊണ്ട് പോകുമ്പോഴും ഒക്കെ അവരിട്ടിട്ട് നമുക്ക് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യാം. ഇൻഫാക്ട് നമുക്ക് നമ്മുടെ പേജിൽ നമ്മൾ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ, ഞാനത് പോസ്റ്റ് ചെയ്യുകയല്ല, നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പിക്ചേഴ്സ് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അത് അവർ ടാഗ് ചെയ്യുന്നുമുണ്ട്. ഇൻഫാക്ട് അവർ കൊളാബ് ചെയ്തിട്ട് നമ്മുടെ പേജിൽ വരുന്നുമുണ്ട്. പേഴ്സണലി ഞങ്ങൾ ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇടാൻ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നമുക്കത് ചിലത് മിസ്സാവും. അപ്പൊ അത് ആരെങ്കിലും നമ്മുടെ ജ്വല്ലറി നമ്മൾ മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എനിക്കത് പേഴ്സണലി, ഞാൻ പ്രത്യേകിച്ച് ശബരി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റൈലിസ്റ്റ്, നമ്മൾ പേഴ്സണലി നല്ല ഫ്രണ്ട്ഷിപ്പായി, ഇപ്പം ശബരി അരുൺ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അവരുടെ അടുക്കേന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കാണാനുള്ള ആഗ്രഹം കൊണ്ടിടാ ഒന്ന് അയച്ചു താടാന്ന് നമ്മൾ പറയും.
എനിക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് താല്പര്യം ഇവരൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്, അതായത് നമ്മൾ പേഴ്സണലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ജ്വല്ലറി, ഇവരുടെയൊക്കെ ജ്വല്ലറി ഇപ്പൊ ശബരി ആണെങ്കിലും നമ്മളോടുള്ള വിശ്വാസത്തിൽ എടാ ഇന്ന കുറച്ച് ജ്വല്ലറി ഇങ്ങനെ വേണം, അപ്പോൾ നിനക്ക് എന്റെ സ്റ്റൈൽ അറിയാമല്ലോ, അപ്പോൾ ഇതാണ് സാരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ജ്വല്ലറിയാണ് അവരിടുന്നത്. ഇപ്പൊ റിമി ചേച്ചിയൊക്കെ ആണെങ്കിലും അവർക്ക് സാരി അയച്ചു തന്നിട്ട് നമ്മൾ ജ്വല്ലറി നമ്മൾ കൊടുക്കുന്നതാണ്. കൊടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ജ്വല്ലറി ഒക്കെ ആണെങ്കിലും ഇഷ്ടത്തില് നമ്മളുടെ ഒരു അതായത് ഇതിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ആ സാരിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ മാച്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ സെലക്ഷനിൽ പോകുന്ന ഐറ്റംസ് അവരിട്ടിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവും കാണാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് കൂടുതലും. അവർ പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും അവർ കാണാനുള്ള ആഗ്രഹമാണ് കൂടുതലും. പിന്നെ മാത്രമല്ല അത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സെക്കൻഡറി ആണ്. കൂടുതൽ ഇവരിട്ടിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ അധികം പേരും അയച്ചു തന്നിട്ടുണ്ട് കുറെ. ഇപ്പൊ സജന, ഇപ്പൊ ഗായത്രി, ഇവരൊക്കെ ഞാൻ 2-3 പേരുടെ പേര് എനിക്ക് പെട്ടെന്ന് കാണുന്ന ആൾക്കാരുടെ പെട്ടെന്ന് ഓർമ്മയുള്ള ആൾക്കാരുടെ പേരാണ് പറയുന്നത്. സജനയൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരും. പേഴ്സണലി എനിക്ക് എന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചു തരും. എല്ലാം ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ നമ്മളുടെ ജ്വല്ലറി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം അത് നമ്മളുടെ ഇൻട്രസ്റ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന കളക്ഷൻസ് വേറൊരാൾക്ക് എങ്ങനെയുണ്ട്, വേറൊരാൾക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നത് ഭയങ്കര, അത് എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം. അപ്പൊ GM19 ആണ് ഇപ്പൊ, GM20 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 20 ആണോ 21 ആണോ ആകെ കൺഫ്യൂഷൻ ആണല്ലോ. 21 GM21 ആണ് ഇപ്പൊ കാണിക്കുന്നത്. 1090 കേട്ടോ. കൊടമാങ്ങാമാലയാണ് GM21. അടുത്തത് GM20 ഞാൻ കാണിച്ചില്ല, സോറി. GM20 ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. 19 കഴിഞ്ഞിട്ട് ഞാൻ നേരെ 21ലേക്ക് പോയി. 20 മിസ്സായി പോയി. 20 ഇപ്പൊ കാണിക്കുന്നതേ ഉള്ളൂ. 20 ഞാൻ മുന്നേ കാണിച്ച ആ ലെയർ കാശിന്റെ ചോക്കറിൽ നിന്ന് കാശിന്റെ ചോക്കറിന്റെ തന്നെ നടുക്ക് വലിയ കാശിന്റെ ഒരു നിങ്ങളുടെ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ. GM20 ആണത്. 990 റുപ്പീസ്, 990 റുപ്പീസ്. GM20 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. 20 20ാമത്തെ കോഡാണ്. 990 റുപ്പീസ്. GM20 ആണ്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡും വരുന്നുണ്ട്. ഐ വിൽ ബി സെൻഡിങ് ഹിയർ ആഫ്റ്റർ. ഓക്കെ സന്ധ്യജി. GM20 ആണ്. 990 റുപ്പീസ് കേട്ടോ. GM20 20ാമത്തെ കോഡാണ്. 990 റുപ്പീസ്. ഇതാണ് ചോക്കർ. ഞാനിതൊന്ന് വെച്ചും കൂടെ കാണിക്കാം. 20 ഇതിന് ഇയറിംഗും കൂടെ ഉണ്ട്, സ്റ്റഡും കൂടെ ഉണ്ട്. GM20 ആണ്. ഇത് ഇങ്ങനത്തെ ചോക്കറാണ്. ഓക്കെ, നടുക്കും കൂടെ ഒരു ലോക്കറ്റ് പോലത്തെ ഡിസൈൻ കൂടെ വരുന്ന ടൈപ്പിലുള്ള ചോക്കറാണ്. ഇതിന്റെ ഈ ലോക്കറ്റ് വരാത്തതും കൂടെ ഉണ്ട്, ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. ഇത് GM20 ആണ്. 990 റുപ്പീസ് കേട്ടോ. 990 റുപ്പീസ്. ഗോൾഡ് വിത്ത് പിങ്ക് സ്റ്റോൺ ആണ് ഇൻ ആന്റിക് ഷെയ്ഡ്. GM20 ആണ് ഇപ്പൊ കാണിച്ചത് കേട്ടോ. അടുത്തത് GM21 ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഇതാണ് GM21, മാങ്ങയുടെ മാല. ഓക്കെ, GM21 ഇപ്പൊ കാണിച്ചത് GM21. അടുത്തത് GM22 ആണ്. ഇത് ഒരു ശ്രീരാമന്റെ നല്ല ഒരു ബ്രാൻഡ് മാലയാണ്. GM22 ആണ്. 1950 റുപ്പീസ്. 1950 റുപ്പീസ്. ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്നത് പോലത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നതാണ്. GM22 ആണ്. 1950. GM22. I love all your collections. I carried all these traditional here in Germany with me and I wear every now and then. All your collections are timeless and honestly my observation is that you don't chase fast fashion or trend, which is really good, that make your jewelry timeless. Yes, അതാണ് എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുറെ കാട്ടിക്കൂട്ടി ബഹളം കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബേസിക്കലി അതെന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ ഒരു എക്സിബിഷനിസ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ട്രഡീഷൻ കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ മയൂരെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു താല്പര്യത്തോടെ പോകുന്ന ആളാണ് ഞാൻ. പേഴ്സണലി ഞാൻ അങ്ങനെയാണ്. അപ്പൊ അത് തന്നെ ഞാൻ നമ്മുടെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, എന്റെ ഒരു പാഷനാണിത്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു പ്യുവർ മണി മേക്കിംഗ് ഒരു സംഭവമായിട്ടല്ല ഞാനിത് കൊണ്ടുപോകുന്നത്, എന്റെ പാഷനായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ആ ഒരു ഗോയിങ് വിത്ത് ദ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ പോകാതെ നമുക്ക് ആൾക്കാർക്ക് എന്ത് ഇഷ്ടമാണ് ആ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗായത്രി. അതാണ് കറക്റ്റ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. GM22 ആണ്. 1950. 1950 രൂപ.
ഇത് പുറകില് ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ, ഗ്രീൻ അല്ല, നമ്മൾ പുതിയതായിട്ട് ബ്ലാക്ക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഹനുമാൻ എനിക്ക് ഹനുമാൻ സ്വാമിയുടെ പേര് ഇപ്പൊ വായി വരത്തുള്ളൂ. ഈ ഒരു ശ്രീരാമസ്വാമിയുടെ ഇതിന്റെ താഴെ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇത് ഇങ്ങനെ ഞാൻ സൈഡിൽ കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 3D ഡിസൈൻ കിട്ടും. അതിന്റെ താഴെ ആന നിൽക്കുന്നു. ഓക്കെ, GM22 ആണ് 1950. ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ പുറകില്. 22 ആണ് ഇപ്പൊ കാണിച്ചത്. അടുത്തത് GM23 ആണ്. ഇത് വന്നിട്ട് ഒരു പക്ക ചോക്കറാണ്, ഒരു ഇളക്കത്താലി കൈൻഡ് ഓഫ് ചോക്കറാണ്. പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട്, നോക്കിക്കേ. ജസ്റ്റ് സ്റ്റോൺസ് മാത്രം മുകളിലും താഴെയും വരുന്ന ഒരു പുതിയ ഡിസൈൻ GM23. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റേറ്റ്മെന്റ് കളക്ഷൻസ് ആണ്, ഒരു മോഡേൺ ഡിസൈൻസ് എന്നും ഒക്കെ വേണമെങ്കിൽ പറയാം. ഇത് പ്രത്യേകിച്ച് ഇതൊരു ആന്റിക് ഷെയ്ഡും കൂടെ ഒക്കെ ആയത് കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എന്തിന്റെ കൂട്ടത്തിലും പെയറപ്പ് ചെയ്യാം കേട്ടോ. സാരിയുടെ കൂട്ടത്തിലെങ്കിൽ സാരി, ചുരിദാറിന്റെ കൂട്ടത്തിൽ ചുരിദാർ. താങ്ക് യു ഷാരു. അങ്ങനെ ഏതിന്റെ കൂട്ടത്തിലും നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം. GM23 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്, 1270 റുപ്പീസ്. GM23 1270. ഇത് നമുക്ക് 3 എണ്ണം കൂടെ ഉള്ള, സോറി 5 എണ്ണം കൂടെ ഉള്ളു കേട്ടോ. GM23 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്, 1270, 1270 രൂപ. 1270. ഇതേ ഞാനിത് വെച്ച് കാണിക്കാം, കണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് ഇത്. പിള്ളേർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ, പിള്ളേർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. GM23 ആണ് 1270, 1270 രൂപ. GM23 23ാമത്തെ കോഡാണ് 1270 GM23. ഓക്കെ, അടുത്തത് GM24 ആണ്. ഇത് നമ്മുടെ കാശിമാലയുടെ തന്നെ കുറച്ചൊരു ഒരു 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 കണ്ടംപററി കാശിമാല എന്ന് വേണമെങ്കിൽ പറയാം. GM24 ആണ് 2270. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഈ ബ്ലാക്ക് പാച്ച് എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് കണ്ടോ പുറകെ നിങ്ങൾക്ക് കാണാവോ? ഒരു ബ്ലാക്ക് പാച്ചസ് കാണാവോ? നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് കാണത്തില്ല. ഈ ബ്ലാക്ക് പാച്ച് ആണ് ഞാൻ പറഞ്ഞത് ആന്റിക് ഷെയ്ഡിന്റെ ഭാഗമാണ് എന്ന്. ദേ ഇത് തിളക്കമല്ല, ബ്ലാക്ക് പാച്ചസ് ആണ് കേട്ടോ. അത് ചിലപ്പോൾ ഓൺ വൈപ്പിങ്ങും ചിലപ്പോൾ പോകും, കാരണം ആന്റിക് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ജെറു പോളിഷ് പോലത്തെ തന്നെ ഒരു പോളിഷാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വൈപ്പ് ചെയ്താലും ആ ഒരു എക്സസ് ആയിട്ടുള്ള ഇത് പോകും. മൊത്തത്തിൽ ബ്ലാക്ക് പോകും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എക്സസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പോകും. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാശിമാലയിൽ വരുന്ന ആന്റിക് ഡിസൈൻ. ഭയങ്കര ഭംഗിയാണ്. 2270 റുപ്പീസ്. GM24 ആണ് ഞാനിപ്പോ കാണിക്കുന്നത്, 2270. കണ്ട എന്ത് ഭംഗിയാവാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. GM24 ആണ് 2270. കണ്ട ഫുള്ള് കഴുത്തേൽ നിറഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള കാശിമാലയാണ്. ഐ തിങ്ക് ദാറ്റ് ബ്ലാക്ക് പാച്ച് മേക്സ് ഇറ്റ് റിയലി ബ്യൂട്ടിഫുൾ. അതാണ് ആ ഒരു ആന്റിക് ഷെയ്ഡിന്റെ ബ്ലാക്ക് പാച്ച് ആണത്. എക്സസ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കോളും. പക്ഷെ അല്ലാണ്ട് ദൈവമേ തുടച്ചാൽ ഉടനെ പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് ആന്റിക് പ്ലേറ്റിംഗ് ചെയ്തിരിക്കുന്നതാണ്. നോർമൽ പ്ലേറ്റിംഗിന്റെ മേളിലേക്ക് ആന്റിക് പാച്ചിങ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എക്സസ് ആയിട്ടുള്ള പാച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ പൊക്കോളും കേട്ടോ. GM24 ആണ് 2270. ഇത് വേണം എനിക്ക് പറയാണ്ടിരിക്കാം, പക്ഷെ എനിക്കത് ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് ലൈവിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഫ്രം ദ ഹോസസ് മൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ എന്റെ വായിന്ന് കേട്ടാലേ ഉള്ളൂ ചിലർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ചിലരുണ്ട് കേട്ടോ എന്നോട് ഡയറക്ട്ലി സംസാരിച്ചാലേ ഉള്ളൂ ചില ഐറ്റംസ് ഒക്കെ കൊറിയർ അയച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അർച്ചനയ്ക്ക് അത് അറിയണല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ഡയറക്ട്ലി സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറഞ്ഞാണേ. നല്ല ഭംഗിയുള്ള സെറ്റ് അല്ലേ? GM24 ആണിത്. 2270 റുപ്പീസ്. കയറി ഇറങ്ങിയുള്ള കാശിന്റെ ഡിസൈൻ ആണ്. GM24 ആണിത്. 24ാമത്തെ സെറ്റാണ്. 2270, 2270 രൂപ. ഭയങ്കര ഭംഗിയുള്ള സെറ്റാണ്. GM24 ആണിത്. 2270, 24ാമത്തെ കോഡ് 2270. GM24 24ാമത്തെ സെറ്റാണ്. 2270 കേട്ടോ. GM24. അടുത്തത് GM25 ആണ്. 1270. എഗെയിൻ പെൻഡന്റ് ആൻഡ് ചെയിൻ ആണ്. ഇതിൽ വന്നിട്ട് ഗണപതിയാണ് കേട്ടോ. GM25 ആണ്. നർത്തന ഗണപതിയാണ്. നർത്തന ഗണപതിയാണോ? അല്ല, നോർമൽ ഗണപതിയാണ്. മയൂര ഗണപതിയാണ് കേട്ടോ. GM25 ആണ് 1270. GM25 ആണ് 1270, 1270. GM25. താങ്ക് യു സോ മച്ച് ശശി മാം. GM25 ആണ് 1270. ഇപ്പൊ കാണിക്കുന്നത് 1270. GM25
1270. GM25 25ാമത്തെ കോഡാണ് ഇപ്പൊ കാണിക്കുന്നത് 1270. അടുത്തത് GM26 ആണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മാലയാണ്. ഇത് ഞാൻ ഈ ആന്റിക്കിന്റെ കൂട്ടത്തിൽ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ലെങ്തി ഇതിനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഇത് മാത്രമുള്ള ഒറ്റ ലെങ്തി ആയിട്ടുള്ളൂ. GM26 ആണ് 1770 റുപ്പീസ്. ഇതേ മുഴുവൻ കാശിന്റെ കൂട്ടത്തിൽ വരുന്ന കാശും അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ റൗണ്ട് പാലക്കായും കൂടെ മിക്സ് ആയിട്ട് വരുന്ന മാലയാണ്. GM26 ആണ് 1770. ഇത് ഞാൻ വെച്ച് കാണിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നെക്കിൽ കാണുമ്പോൾ ഭയങ്കര ബഹളം പോലെ തോന്നും, പക്ഷെ അങ്ങനെ ബഹളമൊന്നുമില്ല. GM26 ആണ് 1770. കണ്ടോ, സാരിയുടെ കൂട്ടത്തിൽ ഇടുമ്പോഴത്തേക്ക് അത് അത്ര വലിയ ഓവറായിട്ടും തോന്നില്ലല്ലോ. GM26 ആണ് 1770 കേട്ടോ. 1770 രൂപ. ഭയങ്കര ഭംഗിയാണ്. കാശിന്റെ കൂട്ടത്തിൽ ആ പാലക്കായും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ പോരാത്തതിന് ഇതൊരു ആന്റിക് ഡിസൈൻ ആയതും കൂടെ തന്നെ അതിനൊരു ഇങ്ങനെ ഭയങ്കര ഇറച്ചു നിൽക്കുന്ന ഡിസൈനും അല്ല. ആ ഒരു ആന്റിക് ഗോൾഡ് ബ്ലാക്കിഷ് അല്ലെങ്കിൽ ആന്റിക് ആ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിങ്ങൾ തെറിച്ച് നിൽക്കത്തുമില്ല. നല്ല സട്ടിലായിട്ടുള്ള ലുക്കായിരിക്കും. GM26 ആണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. ഈ കാശുമാല എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇത് റിയലി ബ്യൂട്ടിഫുൾ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാശുമാലയോട് ഭയങ്കര എനിക്ക് താല്പര്യമാണ്. പക്ഷെ പേഴ്സണലി ഞാനൊരു മാങ്ങയുടെ ആളാണ്. GM26 ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് 1770 കേട്ടോ. 1770 GM26. ഓക്കെ, അടുത്തത് GM27 ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആകെയുള്ള ഒരു കാശിന്റെ ജിമുക്ക. നമുക്ക് ഇന്നത്തെ ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ കൂടുതൽ ആന്റിക് ജിമുക്കാസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഈ കാശുമാലയുടെ അതിപ്രസരം കൂടുതലും കാശുമാലയാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ കാശുമാലയ്ക്കൊക്കെ കൂടി നമ്മളൊരു മാച്ചിങ് ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ജിമുക്ക കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആന്റിക് ജിമുക്ക കൊണ്ടുവന്നിരിക്കുന്നതാണ്. GM27 ആണ്. ഉണ്ട് അരുണാഗോപൻ. ഞാൻ അവസാനം ഞാനത് ക്ലോസപ്പിൽ കാണിക്കാം. പ്രീമിയം ഇതിൽ വരുന്നതാണ്. GM27 ആണ്. ഇതാണ് ഞാനിപ്പോ കാണിച്ച നല്ല കൊട ജിമുക്ക. കൊട ആന്റിക് ജിമുക്കയാണ്. GM27 ആണ് 1270. GM27 27ാമത്തെ കോഡാണ് 1270. GM27 27 കേട്ടോ. 27ാമത്തെ കോഡാണ്. വെയിറ്റിംഗ് ഫോർ ദ ലോങ് ചെയിൻ. അത് മാത്രമേ ഉള്ളൂ ശശി മാം. ആ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ. GM27 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. 27ാമത്തെ കോഡാണ് 1270. GM27 ആണ് നല്ല കൊട ആന്റിക് ജിമുക്ക. 27ാമത്തെ കോഡാണ് 1270. അടുത്തത് ലാസ്റ്റ് സെറ്റാണ്. ഞാൻ ഇട്ട മാല തന്നെയാണ് നമ്മളുടെ പൂത്താലി. ആന്റിക് പൂത്താലിയാണ്. GM28 ആണ് 2990 ആണ്. GM28 ആണ് 2990. ഞാൻ ഇട്ട മാലയാണ്. ഞാൻ ഇതിന്റെ ക്ലോസപ്പ് കാണിക്കാം. GM28 ആണ് 2990 റുപ്പീസ്. ക്ലോസപ്പിലുള്ള മാല കാണിക്കുന്നത് പൂത്താലിയാണ് കേട്ടോ. ഓരോ ഇതിന്റെയും അവിടെ ഒരു നമ്മുടെ ഗോപി അല്ലെങ്കിൽ റൗണ്ട് സ്റ്റോണിലുള്ള ഇത് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ നമ്മൾ ഗ്രീൻ സ്റ്റോൺ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഗ്രീൻ സ്റ്റോണിലോട്ട് വരുമ്പോഴത്തേക്കും അത് റൗണ്ട് സ്റ്റോണിലായിരിക്കും. ഗ്രീൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക. ഓക്കെ, ഗ്രീൻ സ്റ്റോൺ. പിന്നെ ബ്ലൂ ഉണ്ടോ? ബ്ലൂവിന്റെ കാര്യം എനിക്ക് അറിയില്ല. എന്താണെങ്കിലും ഇപ്പൊ ഗ്രീനും നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻ റൗണ്ട് സ്റ്റോൺ. പക്ഷെ ആ സ്റ്റോണിന്റെ ഡിസൈൻ നമുക്ക് അങ്ങനെ നമ്മൾ അറിയത്തില്ല. കാരണം ദൂരെ നോക്കുമ്പോൾ ഒരു സ്റ്റോൺ മാത്രമേ കാണത്തുള്ളൂ. ഹായ് തുളസി. അപ്പോൾ സ്റ്റോൺ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതല്ലാണ്ട് അതിന്റെ ഡിസൈനോ ഷേപ്പോ ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഈ മാല കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഈ ഒരു ഇത് അലുക്ക് കുറച്ചൊന്ന് കട്ടി പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തന്നെ കൈകൊണ്ട് പതുക്കെ ഒന്ന് ഇതാക്കിയാൽ മതി. കാരണം ഇത് ഫ്രഷ്ലി പ്ലേറ്റഡ് ആയത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അത് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, 10 years is less with പൂത്താലി. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായില്ല സന്ധ്യജി. ഇത് 2990 കേട്ടോ. GM28 ആണ്. 28 ഇതാണ് പൂത്താലി. ഞാനിപ്പോ ഇട്ടിരിക്കുന്നതാണ് പൂത്താലി. ആന്റിക് ഷെയ്ഡിലുള്ള പൂത്താലി. ഓക്കെ, അപ്പൊ 28 എണ്ണമായി. 10 years ലെസ് നൗ. ഓ, ഇപ്പൊ ഞാനിത് ഇട്ടപ്പോഴത്തേക്ക് 10 വയസ്സ് കുറഞ്ഞു. ഓ അങ്ങനെ 26 വയസ്സോ എന്റെ ദൈവമേ. GM28 ആണ് 2009. പക്ഷെ ആക്ച്വലി 10 വർഷം മുന്നേ
എന്നെ കണ്ടാൽ ഇതിലും പ്രായം തോന്നിക്കുമായിരുന്നു. കാരണം കല്യാണ സമയത്തൊക്കെ നല്ല വണ്ണം വെച്ചായിരുന്നിരുന്നത്, മുഖമൊക്കെ നല്ല വീർത്തായിരുന്നിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്. GM28 ആണ്, 2990 റുപ്പീസ് ആണ്. ഇത് ലാസ്റ്റ് സെറ്റാണ്, ആന്റിക് പൂത്താലിയാണ്. അപ്പൊ അതോടുകൂടി നമ്മളുടെ ആന്റിക് ഷെയ്ഡിലുള്ള വിഷു സെയിലിന്റെ പാർട്ട് 6 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത ആഴ്ച എന്നായിരിക്കും ലൈവ് എന്നുള്ള കാര്യം ഞാൻ പ്രയർ ആയിട്ട് ഞാൻ പറയുന്നില്ല. അടുത്ത സാറ്റർഡേ സൺഡേ ലൈവ് ഉണ്ടാവും, വളകളുടെയും പിന്നെ ജിമുക്കാസിന്റെ ഇതുപോലത്തെ ജിമുക്കാസിന്റെ ഒക്കെ ലൈവ് ഉണ്ടാവും. അതിന് മുന്നേ ആയിട്ട് ലൈവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇലക്ഷന്റെ വീക്കും ഒക്കെ വരുന്നുണ്ട്, പിന്നെ വീക്ക് ഡേയ്സ് ആണ്, അപ്പം ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഞാൻ ഉറപ്പ് തരുന്നില്ല. പിന്നെ നമ്മൾ അതും കൂടെ നമ്മൾ നോക്കണമല്ലോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മളുടെ വിഷു സെയിൽ പാർട്ട് 6 കഴിഞ്ഞു. ഇനിയിപ്പം വിഷുവിന് മുന്നേ ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഉണ്ടാവും. ട്രെൻഡിങ് തുളസി സോങ് ഇഷ്ടമാണോ? പിന്നെ തുളസി എന്ന് പറഞ്ഞുള്ള പാട്ടല്ലേ, ഇങ്ങനെ കാലിങ്ങനെ പൊക്കുന്ന പാട്ടല്ലേ, അത് എനിക്കിഷ്ടമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ അത് തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ. കുറെ പേര് ഓടി വരും, കാല് പൊക്കും, ഇത് തന്നെ സീൻ. അത് ചിലർ നല്ല ഓതന്റിക് ആയിട്ട് നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്, ചിലർ അത് വൃത്തികേടാക്കിയിട്ടുമുണ്ട്, അതിന്റെ ട്രോള് പറഞ്ഞിട്ടുണ്ട്. സോറി, ജിംക കാണിക്കാൻ മറന്നുപോയി. ജിംക കാണിക്കാം. ഓക്കെ, ഇതാണ് ജിംക. ഇതിന്റെ പ്രൈസ് വേണ്ടവർ സെപ്പറേറ്റ് വാട്സപ്പ് ചെയ്യുക. ദേവി മേളിൽ വരുന്നു, താഴെ മാങ്ങ വരുന്നു, മയില് വരുന്നു, ഡാൻസ് ചെയ്ത് റീൽസ്. എന്റെ ഭഗവാനെ, ഞാൻ ആ കാല് പൊക്കിയിട്ടുള്ള ഇട്ട് കഴിഞ്ഞാൽ താഴെ കിടക്കും. അല്ലാത്ത രീതിയിലുള്ള ഡാൻസുകൾ റീൽസ് ഇടാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്, അത് ഞാൻ ചെയ്യാം, അതിടാം. ഓക്കെ, ജിംക കാണിക്കുന്നത് പ്രിയ കാണിച്ചു. ഇട്ടിരിക്കുന്ന ജിംക ക്ലോസപ്പ് കാണിക്കാമോടാ? കാണിക്കുന്നതേ ഇതാണ് ജിംക. ഇതിന്റെ പ്രൈസ് ഇതിന്റെ ഫ്രണ്ടിൽ മാത്രമേ സ്റ്റോൺസ് ഉള്ളൂ, പുറകിൽ സ്റ്റോൺസ് ഇല്ല. അത് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കോഡ് 3 കാണിക്കാൻ എന്താ ഉള്ളേ? കാശിമാല അല്ലേ. പിന്നെ ഒരു കാര്യം എല്ലാവരോടും കൂടെ പറയാണ്, നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എൻക്വയറീസ് പുറകെ വരുന്നത് കാരണം നമുക്ക് ചിലപ്പം വേറെ ആൾക്കാർക്കും ഒക്കെ നമുക്ക് സെല് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കാരണം നിങ്ങൾ കയ്യോടെ തന്നെ ബുക്ക് ചെയ്യുക. പിന്നെ കൺഫേം ചെയ്തിട്ട് മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ, അത് ഞാൻ പറയാണ്. പ്ലീസ് അറേഞ്ച് ടു ഡു ലോങ് ചെയിൻ. ഷുവർ ഞാൻ അത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് 3rd കോഡ്. ഇതിന്റെ മാച്ചിങ് ആയിട്ട് കമ്മലും ഉണ്ട് കേട്ടോ മൃദുല. GM03 ആണത്, 1270. ഇതിന് മാച്ചിങ് ഇയറിംഗ് ഉണ്ട്. ഇതാണ് കാശിമാല ദേവി ഇംപ്രിന്റ്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു. ഈ കമ്മല് വേണ്ടവർ സെപ്പറേറ്റ് വാട്സപ്പ് ചെയ്യുക. ഇതിന് എന്തായാലും ഒരു 1500+ ആയിരിക്കും ഇതിന്റെ റേറ്റ്. ഞാൻ റേറ്റ് എക്സാക്ട്ലി എനിക്ക് അറിയില്ല, എനിക്ക് നോക്കണം. 1500+ എന്തായാലും ആയിരിക്കും. 1900, 990 അല്ലെങ്കിൽ 2000 എബോവ് ആ റേഞ്ചിലേക്ക് പോകില്ല. എന്തായാലും 1500 എബോവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇന്നലത്തെ കമ്മലിന്റെയും റേറ്റ് 1970 ആ റേഞ്ചിലായിരുന്നു. അത് വേണ്ടവർ ഓർഡർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ചത്തെ ലൈവ് എന്താന്നൊക്കെയുള്ള കാര്യം നേരത്തെ അറിയിക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു, ടാറ്റാ. സെയിം ചെയ്യണ്ട, യു ക്യാൻ ഡു യുവർ ഓൺ വേ. സൂപ്പർ ആയിരിക്കും. ഷുവർ നിധി, ഞാനത് ചെയ്യാം. താങ്ക് യു, ടാറ്റാ.